ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിലെ ഒരു വിഷയമാണ് കർത്തരി കർമ്മണി പ്രയോഗം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് ഈ കർത്തരി കർമ്മണി പ്രയോഗം പറയുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കർത്താവിനാണ് പ്രാധാന്യം, കർത്താ ആണ് ഇമ്പോർട്ടൻ്റ്. കർമ്മണി പ്രയോഗത്തിൽ ഇവിടെ എന്താണ്? കർമ്മത്തിനാണ് പ്രാധാന്യം. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. എന്താണ് കർത്തരി പ്രയോഗത്തിൽ? ഇതിൽ കുറച്ച് റൂളുകളുണ്ട്. എന്താണ് കർത്തരി പ്രയോഗത്തിന്റെ റൂൾ, കർമ്മണി പ്രയോഗത്തിന്റെ റൂൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താണ്? കർത്തരി പ്രയോഗത്തിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കർത്ത എന്തായിരിക്കും? കർത്ത എപ്പോഴും പ്രഥമാ വിഭക്തിയിലായിരിക്കും ഉണ്ടാവുക. കർത്ത പ്രഥമാ വിഭക്തിയിലാണ് കർത്തരി പ്രയോഗത്തിൽ ഉണ്ടാവുക. ഇനി കർമ്മപദം എന്തായിരിക്കും? ഇതാണ് ഇതിലെ കർമ്മപദം കേട്ടോ. ഇതൊക്കെ കർമ്മപദങ്ങളാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നതെല്ലാം എന്താണ്? കർമ്മപദങ്ങളാണ്. കർമ്മപദം എപ്പോഴും എന്തായിരിക്കും? കർമ്മ ദ്വിതീയയിലായിരിക്കും. ദ്വിതീയ വിഭക്തിയിലാണ് എന്തുണ്ടാവുക? കർമ്മപദം ഉണ്ടാവുക. ഇനി ക്രിയാപദം, മൂന്നാമത്തത് ക്രിയ. ക്രിയാപദം എന്തായിരിക്കും? ക്രിയാപദം ആസ് പെർ കർത്ത. കർത്തൃപദം ഏകവചനമാണെങ്കിൽ ക്രിയാപദവും ഏകവചനമായിരിക്കും. കർത്തൃപദം ദ്വിവചനമാണെങ്കിൽ ക്രിയാപദവും ദ്വിവചനമായിരിക്കും. കർത്തൃപദം ബഹുവചനമാണെങ്കിൽ ക്രിയാപദവും ബഹുവചനമായിരിക്കും. ഇവിടെ നോക്കൂ, അനുജഹ പാഠം ലിഖതി. അനുജൻ ഇവിടെ ഏകവചനമാണ്, അതുകൊണ്ട് ഇവിടെയും ലിഖതി എന്ന് വന്നു. ഇനി ഇവിടെ ദ്വിവചനമാണെങ്കിലോ അനുജൗ പാഠം ലിഖതഃ. ബഹുവചനമാണെങ്കിൽ അനുജാഹ പാഠം ലിഖന്തി. ഇവിടെ നോക്കൂ, പാഠം, കവിതാം, വിദ്യാലയം, ഗുരും, കൃഷിം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ദ്വിവചനത്തിലാണ്. അപ്പോൾ കർത്തരി പ്രയോഗത്തിൽ കർത്ത എപ്പോഴും എന്തായിരിക്കും? കർത്താവ് എപ്പോഴും പ്രഥമാ വിഭക്തിയിലായിരിക്കും. ഓക്കെ. ആൻഡ് കർമ്മപദം എപ്പോഴും ദ്വിതീയ വിഭക്തിയിലായിരിക്കും. ക്രിയാപദം എപ്പോഴും കർത്താവിനനുസരിച്ചിട്ടായിരിക്കും. അതാണ് കർത്തരി പ്രയോഗത്തിന്റെ പ്രത്യേകത. ഇനി നമുക്ക് നോക്കാം കർമ്മണി പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന്. കർമ്മണി പ്രയോഗത്തിൽ ഒന്ന്, നമ്മൾ ആദ്യം ഇവിടെ ആരാ പറഞ്ഞത്? കർത്ത ആണ് അല്ലേ? കർത്ത കർമ്മണി പ്രയോഗത്തിൽ എപ്പോഴും തൃതീയാലായിരിക്കും, തൃതീയ വിഭക്തിയായിരിക്കും. നമ്മൾ ഇവിടെ എന്താണ്? പ്രഥമാ വിഭക്തിയാണ് കർത്തരി പ്രയോഗത്തിൽ. ഇനി കർമ്മണി പ്രയോഗത്തിൽ വരുമ്പോൾ കർത്തൃപദം എപ്പോഴും തൃതീയ വിഭക്തിയിലായിരിക്കും. പിന്നെയോ നമ്മുടെ രണ്ടാമത് പറഞ്ഞ എന്താ? കർമ്മപദം അല്ലേ? കർമ്മപദം എപ്പോഴും പ്രഥമാലായിരിക്കും. കർമ്മപദം പ്രഥമാ വിഭക്തിയിലായിരിക്കും. ആൻഡ് മൂന്നാമത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? ക്രിയാപദം അല്ലേ? ക്രിയാപദം അവിടെ ആർക്കനുസരിച്ചിട്ടായിരുന്നു? ആസ് പെർ കർത്ത ആയിരുന്നുവെങ്കിൽ ഇവിടെ ക്രിയാപദം ആസ് പെർ കർമ്മ, കർമ്മപദത്തിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ക്രിയാപദം വരിക. പിന്നെ അത് മാത്രമല്ല, ഈ ക്രിയാപദം എന്താണ്? ഇതിനൊരു കാര്യം കൂടി ഉണ്ട്. ക്രിയാപദം ഇവിടെ ആത്മനേപതി ആയിരിക്കും. മറ്റേത് പരസ്മേപതി ആയിരുന്നെങ്കിൽ ഇവിടെ ആത്മനേപതിയിലായിരിക്കും എന്ത് വരിക? ക്രിയാപദം വരിക. ആത്മനേപതിയിലാണ് വരിക. ഓക്കെ, നമുക്ക് നോക്കാം. അനുജേന പാഠ ലിഖ്യത. ഇവിടെ അനുജേന നമുക്ക് ഇതൊക്കെ തൃതീയ വിഭക്തിയിലാണ്. അനുജേന, അലീനയ, ശിഷ്യേണ, ബാലേന, കർഷകേന. ഇവിടെ നോക്കൂ, ലിഖ്യതേ, പഠ്യതേ, ഗമ്യതേ, നമ്യതേ, ക്രിയതേ. ഇതൊക്കെ എന്താണ്? ഇവിടെ പാഠ, ഇവിടെ പാഠം എന്നുള്ളത് കണ്ടില്ല, ഇവിടെ പാഠ എന്നായി. ഇവിടെ വിദ്യാലയം എന്നുള്ളത് വിദ്യാലയ എന്നായി. ഇവിടെ കവിതാം എന്നുള്ളത് കവിത എന്നായി. ഗുരും എന്നുള്ളത് ഗുരുഹു ആയി. കൃഷി എന്നുള്ളത് കൃഷി എന്നായി. കണ്ടോ? ഇവിടെയൊക്കെ എന്തായി? ഇതെല്ലാം എന്തിനായി മാറി? പ്രഥമ വിഭക്തിയിലായിട്ട് മാറി. ഇനി ഇവിടെ നോക്കൂ, ഈ ലിഖ്യതേ, പഠ്യതേ, ഗമ്യതേ, നമ്യതേ, ക്രിയതേ എന്നുള്ളത് എന്താണ്? ഇത് എന്താണ്? ആത്മനേപതി പ്രയോഗമായി മാറി. ഇവിടെ പാഠ എന്നുള്ളത് കൊണ്ട് ലിഖ്യതേ എന്നായി. ഇപ്പൊ അനുജേന പാഠൗ എന്നാണെങ്കിൽ എന്താ വരിക? ലിഖ്യേതേ എന്ന് ദ്വിവചനത്തിൽ വരും. കാരണം എന്താണ്? പാഠൗ എന്നിവിടെ വന്നതുകൊണ്ട്. ഇവിടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് എന്ത്? ക്രിയയ്ക്ക് മാറുക. ഇവിടെ കവിത, കവിതേ എന്നാണെങ്കിൽ രണ്ട് കവിതകളാണെങ്കിൽ പഠ്യതേ, പഠ്യേതേ എന്നായേനെ. ഓക്കെ. നമ്മളെ വിദ്യാലയൗ എന്നാണെങ്കിൽ ഗമ്യേതേ എന്നാവുമായിരുന്നു. ഗുരൗച്ചാൽ നമ്യേതേ എന്നായേനെ. അപ്പം അങ്ങനെ ബഹുവചനത്തിലാണെങ്കിൽ എന്താ വരിക? അനുജേന പാഠാഹ ലിഖ്യന്തേ എന്ന് വരും. ഒരനുജനാണെങ്കിലും എന്താണ്? പാഠങ്ങൾ എന്നുള്ളതുകൊണ്ട് കർമ്മണി പ്രയോഗമായതുകൊണ്ട്, കർമ്മത്തിന് പ്രാധാന്യം വന്നതുകൊണ്ട് എന്ത് വരും? കർമ്മത്തിനനുസരിച്ചിട്ട് ക്രിയാപദവും മാറും. അപ്പം ഇതാണ് കർത്തരി കർമ്മണി പ്രയോഗം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് കൃത്യമായിട്ട് നോക്കി വെക്കുക. പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.